ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീനിവാസിന് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുകയാണ്. വരുൺ തന്നെയാണ് അത്. ശ്രീനിവാസൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ശ്രീനിവാസന്റെ മുന്നിലിട്ട് കൊടുക്കുന്നത് ആ പണം കിട്ടിയതും വളരെ സന്തോഷത്തോടെ ശ്രീനിവാസൻ ഓടിക്കിതച്ച് ദേവ്ജിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ കൃഷും കൺമണിയുമുണ്ട്. ശ്രീനിവാസന്റെ വെപ്രാളം കണ്ട് എല്ലാവരും എന്താണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ ഡൈനിങ് ടേബിളിൽ വെച്ച് ആ ബാഗിൽ നിന്നും പണമെടുത്ത് അവർക്കങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ പണമാണിത്. ആരാ തന്നതെന്നൊന്നും എനിക്കറിയില്ല. അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നത്. ഞാൻ വരുന്ന വഴിക്കാണ് എനിക്ക് മുന്നിൽ ഈ ക്യാഷ് കിട്ടിയത് എന്നെല്ലാം വെപ്രാളത്തോടെയും വളരെ സന്തോഷത്തോടെയും അങ്ങനെ ശ്രീനിവാസൻ അവരോട് പറയുകയാണ്. ദേവ്ജിയപ്പ പറയുന്നുണ്ട്, ആരാണോ ഈ പണം എടുത്തത് അവർക്ക് ചിലപ്പോൾ കുറ്റബോധം തോന്നി കാണും. അങ്ങനെ പണം എടുത്തതിന് ശേഷം മാറുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്തതായിരിക്കാമെന്ന് ദേവ്ജി അങ്ങനെ ശ്രീനിവാസനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഋഷഭ പറയുന്നുണ്ട്, അച്ഛനെ ഈ ക്യാഷിന്റെ പേരിൽ വീട്ടിൽ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയതല്ലേ, അപ്പോൾ ദൈവത്തിന് തോന്നിക്കാണും അച്ഛൻ ആ ക്യാഷ് തിരിച്ചു കൊടുക്കാമെന്ന്. അതുകൊണ്ടാവും ഇപ്പൊ ഈ ക്യാഷ് അച്ഛൻ്റെ കൈകളിൽ തന്നെ എത്തിയതെന്ന് കൃഷി അങ്ങനെ പറയാണ്. കൺമണിയപ്പ പറയുന്നുണ്ട്, ശരിക്കും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ കൂടി ഞാൻ ചിന്തിച്ചേയുള്ളൂ എപ്പോഴാ എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് തീരുക എന്നങ്ങനെ കൺമണി തൻ്റെ സങ്കടം പറയാണ്. ശ്രീനിവാസനപ്പ പറയുന്നുണ്ട്, മോളെ അച്ഛന് കുറച്ച് വെള്ളം താ. അച്ഛൻ ഓടിക്കിതച്ച് വന്നതുകൊണ്ട് നല്ല ദാഹമെന്ന് പറയാണ്. കൺമണി അപ്പോഴേക്കും ശ്രീനിവാസന് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ദേവ്ജി കൃഷിനോട് ആ പണമെല്ലാം എടുത്ത് തിരികെ ആ ബാഗിൽ തന്നെ വെക്കാനായി പറയാണ്. ദേവ്ജി എന്നിട്ട് ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, ഒരു കാറുകാരൻ ബാഗ് മുന്നിലേക്ക് ഇട്ടു തന്നു എന്നല്ലേ പറഞ്ഞത്, ആ വണ്ടിയുടെ നമ്പർ എങ്ങാനും നോക്കിയിരുന്നോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ബാഗ് കണ്ടതും പിന്നെ ഞാൻ കാറൊന്നും ശ്രദ്ധിച്ചില്ല. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ബാഗാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനൊന്നും ചിന്തിക്കുകയോ നോക്കുകയോ ചെയ്തില്ല. ദേവ് സാർ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്നെൻ്റെ ജീവിതത്തിൽ ആദ്യമായി അത്ഭുതം സംഭവിച്ചു. അതാണ് എനിക്ക് ക്യാഷ് തിരികെ കിട്ടിയത്. ആരാണോ ഈ പണമെടുത്തത് അവൻ എന്തായാലും നല്ല മനസ്സ് മാറി ഈ ക്യാഷ് തിരിച്ചു തന്നില്ലേ. പിന്നെന്തായാലും അവന് നല്ലത് വരട്ടെ, അത്രേ എനിക്കുള്ളൂ എന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ട്. പിന്നീട് കൃഷ് അപ്പം തന്നെ സാഗറിനെ വിളിച്ച് ശ്രീനിവാസന് നഷ്ടപ്പെട്ടു പോയ 20 ലക്ഷം രൂപ തിരികെ കിട്ടിയെന്ന് അറിയിക്കുകയാണ്. സാഗറിനും സുജുവിനും കൃപയ്ക്കുമാണെങ്കിൽ ഇതറിഞ്ഞ് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ്. സുജു അപ്പം സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ കിട്ടിയില്ലേ, അത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയാണ്. സാഗർ അപ്പം പറയുന്നുണ്ട്, എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്തായാലും ആ ക്യാഷ് തിരികെ കിട്ടിയല്ലോ, സന്തോഷമായി എനിക്കെന്ന് പറയാണ്. കൃപ അപ്പം പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു സംശയമുണ്ട്. അവർ ആ ക്യാഷ് തിരികെ തന്നു, പക്ഷേ അത് കള്ളപ്പണമായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അങ്കിളിനോട് ആ ക്യാഷ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുമെന്ന് കൃപ അങ്ങനെ പറയുമ്പോൾ സുജും പറയുന്നുണ്ട്, അത് ശരിയാണ് സാഗർ, കൃഷിനോടും കൺമണിയോടും അത് കള്ളപ്പണമാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയേ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയാണ്. സാഗർ അപ്പോൾ കൃപയോട് പറയുന്നുണ്ട്, നീ ചിന്തിച്ചത് തെറ്റാണോ മോളെ, ഇത്രയും ദിവസം കഴിഞ്ഞ് അവർ ആ ക്യാഷ് തിരികെ തരണമെങ്കിൽ അത് കള്ളപ്പണമായിരിക്കില്ല. കാരണം ഇത് പോലീസ് കേസ് കൂടി ആയതാണ്. അതുകൊണ്ട് ഈ പണം ആരാണോ എടുത്തത് അവർ തിരികെ കള്ളപ്പണം തന്ന് കുരുക്കിലാവാൻ ഒരിക്കലും ശ്രമിക്കില്ല. പക്ഷേ പണം നഷ്ടപ്പെട്ടു പോയ അന്ന് തന്നെ ഒറിജിനൽ മണിയെടുത്ത് അതിന് പകരം കള്ളപ്പണം അതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പണത്തെ സംശയിക്കാം. പക്ഷേ ഇതെന്തായാലും കള്ളപ്പണമായിരിക്കില്ല, ഒറിജിനൽ നോട്ട് തന്നെ ആയിരിക്കുമെന്ന് സാഗർ അങ്ങനെ കൃപയോട് പറയാണ്. സുജു അപ്പ സാഗറിനോട് ഒരു സംശയം ചോദിക്കുകയാണ്, അല്ല സാഗർ, ഈ പണം തിരികെ കിട്ടിയതുകൊണ്ട് അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ക്യാഷ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ അവരത് ശ്രീനിവാസിന് തിരികെ കൊടുക്കാൻ കുറച്ച് സമയമെടുക്കും. പരാതി കിട്ടിയിട്ടും പോലീസുകാർ ഇത്രയും ദിവസമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ. നിയമത്തിന്റെ വഴിക്ക് നീങ്ങുകയാണെങ്കിൽ ശ്രീനിവാസൻ ഈ പണവുമായി കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ ആ പണത്തിന് ഒരു ഉപകാരവും ഇല്ലാതെയാവും. അതുകൊണ്ട് ആ പാവം ആദ്യം അയാളുടെ കടങ്ങളെല്ലാം വീട്ടട്ടെ, ആ ആധാരം തിരിച്ചെടുക്കട്ടെ എന്ന് സാഗർ അങ്ങനെ പറയാണ്. കൃപ സാഗറിനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ എൻ്റെ ഡിറ്റക്റ്റീവ് ബുദ്ധി വർക്കായില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇല്ല, നിന്റെ ബുദ്ധി ഇവിടെ വർക്കായില്ല, നീ ഒരു കൊച്ചുകുട്ടിയുടെ പോലെയാണ് ചിന്തിക്കുന്നതെന്ന് പറയാണ്. കൃപ പറയുന്നുണ്ട്, അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. നല്ല സമയത്ത് എന്നെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ 2-3 പൊടിക്കുഞ്ഞുങ്ങളായേനെ, ഞാൻ അവരുടെ മുന്നിൽ ഷൈൻ ചെയ്തേനെ എന്ന് പറഞ്ഞ് കൃപ അവിടെ നിന്ന് വേഗം ഓടിപ്പോവുകയാണ്. സുജു അപ്പോൾ ഈ പെണ്ണിത് എന്തൊക്കെയാണ് സാഗർ പറയുന്നതെന്ന് അങ്ങനെ സാഗറിനോട് പറയുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസൻ കൃഷിൻ്റെ അടുത്തേക്ക് പോയി ആ 20 ലക്ഷം രൂപ കൃഷിന് കൊടുക്കുകയാണ്.
മോനിത് വാങ്ങണം, അച്ഛൻ മോന് വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് എടുത്തത്, അതുകൊണ്ട് മോൻ തന്നെ ഈ ക്യാഷ് എടുത്ത് മോൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ടെങ്കിലും കൃഷിന് അതിനൊട്ടും തന്നെ താല്പര്യമില്ല. അച്ഛാ, എനിക്ക് ആവശ്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഈ ക്യാഷ് കൊണ്ട് ഒരാവശ്യവുമില്ല, അച്ഛനും അതറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഇപ്പം ഈ ക്യാഷ് അച്ഛനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അച്ഛൻ പോയി ആദ്യം ആ ആധാരം തിരികെ എടുക്ക്. ഈ പണത്തിൻ്റെ പേരിൽ അച്ഛൻ ഒരുപാട് വിഷമിച്ചതല്ലേ വീട്ടുകാരുടെ മുന്നിൽ. അതുകൊണ്ട് ഈ പണം തിരികെ കൊണ്ടുപോയി അച്ഛൻ ആ ആധാരം എടുത്ത് വീട്ടുകാരുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കേ എന്നങ്ങനെ കൃഷി പറയാണ്. എന്നാൽ ശ്രീനിവാസൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ ക്യാഷ് എനിക്കിപ്പോൾ വേണ്ട, മോനാണ് ഈ ക്യാഷിന് ആവശ്യം, മോനിത് തിരികെ വാങ്ങണമെന്ന് പറയാണ്. പിന്നീട് കൃഷ് ദേവ്ജിയോടും കൺമണിയോടും ശ്രീനിവാസനോട് സംസാരിക്കാനായി പറയുകയാണ്. അങ്ങനെ ദേവ്ജിയും കൺമണിയും ശ്രീനിവാസനോട് സംസാരിച്ച് തിരികെ ആ ആധാരം ബാങ്കിൽ നിന്നും എടുക്കാനായി പറയുകയാണ്. ശ്രീനിവാസന് ഒട്ടും മനസ്സില്ലെങ്കിലും അവരുടെ എല്ലാവരുടെയും നിർബന്ധപൂർവം ആ ആധാരം തിരികെ എടുക്കാമെന്ന് ശ്രീനിവാസൻ അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ദേവ്ജി കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷേ, എന്തായാലും ശ്രീനിവാസനെ ഈ പണവുമായി ഒറ്റയ്ക്ക് വിടണ്ട, നീ കൂടി പോവണം, ഈ ക്യാഷിന് ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ആവശ്യമാണ്, ഇനിയൊരു റിസ്ക് എടുക്കണ്ട എന്ന് ദേവ്ജി അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരു പണിയുമില്ലല്ലോ, ഞാൻ ഫ്രീ ആണ്, ആധാരം എടുത്ത് ഞാൻ അച്ഛനെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതി അച്ഛാ, മരുമകൻ്റെ കൂടെ അച്ഛന് കുറച്ചു നേരം സമയവും ചെലവഴിക്കാമല്ലോ, എനിക്കാണെങ്കിൽ ഇന്ന് ഓഫീസിലേക്ക് പോവണം, ലീവ് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൂടി വരാമായിരുന്നു എന്ന് പറയുകയാണ്. പിന്നീട് കൃഷാണെങ്കിൽ റെഡിയാവാനായി അകത്തേക്ക് പോവുകയാണ്. ഇപ്പോഴാണ് എൻ്റെ ശ്വാസമൊന്ന് നേരെ വീണതെന്ന് ശ്രീനിവാസൻ അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അച്ഛൻ്റെ മുഖമൊന്ന് തെളിഞ്ഞ് കണ്ടല്ലോ, അത് മതിയെന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ ശ്രീനിവാസനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് കൺമണി അലികയിലെത്തി ടേബിളെല്ലാം തുടയ്ക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാനസ വരുന്നത്. മാനസ എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി ടേബിളെല്ലാം നന്നായി ക്ലീൻ ചെയ്തേക്കണം, ബലരാമൻ വന്നിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണിതെന്ന് പറയുമ്പോൾ കൺമണി ഒന്ന് മൂളുക മാത്രം ചെയ്ത് ടേബിൾ തുടയ്ക്കുകയാണ്. മാനസ അപ്പോൾ പറയുന്നുണ്ട്, ശരി, ടേബിൾ തുടച്ചത് മതി, നീ പോയി എല്ലാവർക്കും ചായ എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയമോഹൻ വരുന്നുണ്ട്. പിന്നാലെ തന്നെ ദേവ്ജിയും മഹിയും വരികയാണ്. ജയമോഹൻ അപ്പോൾ ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവ്ജി എല്ലാവരെയും വിളിച്ചു കൂട്ടിയപ്പോൾ അത്ഭുതമായി പോയോ എന്ന് ചോദിക്കുകയാണ്. ദേവ്ജി അപ്പോൾ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന്. മാനസപ്പ പറയുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്കുള്ള മീറ്റിംഗ് ബോധപൂർവം വേണ്ടെന്ന് വെച്ചതാണ് ഞങ്ങൾ. ഈ കമ്പനി കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ശമ്പളക്കാരുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും അറിയേണ്ട ആവശ്യമില്ലല്ലോ, എന്തെങ്കിലും അത്രയ്ക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ പോരെ എന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, മതി മതി, അങ്ങനെ തന്നെ മതി, ഇനിയിപ്പോൾ എങ്ങനെയായാലും എനിക്കിവിടെ ഇനി കുറച്ച് കാലമല്ലേ ഉള്ളൂ എന്ന് ദേവ്ജി പറയുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട്, അലിക കുറച്ച് പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് കടക്കുകയാണ്, ബലരാമനാണ് അതെല്ലാം ഏറ്റെടുക്കുന്നത്, അതെല്ലാം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് ജയമോഹൻ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബലരാമൻ വരുന്നുണ്ട്. പിന്നീട് ബലരാമൻ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും മീറ്റിങ്ങിനായി ഇരിക്കുകയാണ്. അപ്പോഴേക്കും കൺമണി അങ്ങോട്ടേക്ക് എല്ലാവർക്കുമുള്ള ചായയായി വരികയാണ്. എല്ലാവർക്കും ചായ കൊടുത്ത് കൺമണി അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, കൺമണി, ഞങ്ങളുടെ എല്ലാവരുടെയും ചായ കുടിച്ചു കഴിഞ്ഞ് ഈ ഗ്ലാസ്സുമായിട്ട് നീ പോയാൽ മതി, ഇവിടെ നിൽക്കെന്ന് പറഞ്ഞ് മാനസ മനഃപൂർവ്വം കൺമണിയെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. കൺമണിയാണെങ്കിൽ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് മാനസ ബലരാമനോട് പറയുന്നുണ്ട്, ബലരാമൻ ഇവർക്കെല്ലാവർക്കും പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയാണ്. ബലരാമൻ അങ്ങനെ പറയുന്നുണ്ട്, ആക്ച്വലി ഇതൊരു വൈഡ് പ്രൊജക്റ്റാണ്, ഫോറിൻ കൺട്രിയുമായി നമ്മൾ കൊളാബറേറ്റ് ചെയ്യുകയാണ്. അറ്റ് എ ടൈം 15 കമ്പനീസ് ആൻഡ് 13 കൺട്രീസുമായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെറുമൊരു ഷെയർ ഹോൾഡേഴ്സ് മാത്രമായിരിക്കില്ല, ഈക്വൽ പാർട്ട്നേഴ്സ് ആയിരിക്കും ഈ പ്രൊജക്റ്റിൽ. എന്തെങ്കിലും ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എന്നങ്ങനെ ബലരാമൻ പറയുമ്പോൾ ദേവ്ജിയും മഹിയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. എന്നാൽ ബലരാമൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പ്രൊജക്റ്റ് നടക്കേണ്ടതിനെ കുറിച്ചാണോ അതോ നടക്കണ്ട എന്നതിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? യുദ്ധമായിക്കോട്ടെ, പ്രകൃതി ദുരന്തമായിക്കോട്ടെ, എന്തു വന്നാലും നമ്മൾ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ടേക്ക് പോവും, അതിലിനി ഒരു സംശയവുമില്ല എന്ന് ബലരാമൻ അങ്ങനെ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിലൊരു സംശയവുമില്ലെങ്കിൽ ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവുമില്ല, ഇതുമായി മുന്നോട്ടേക്ക് പോവാമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടും കണ്ടും മാനസിയും ജയമോഹനുമാണെങ്കിൽ സന്തോഷിക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.